നമസ്കാരം. ഞാൻ ഇനി ആൻഫ്ലു അലങ്കാര ബുട്ടിക്കിൽ നിന്നും അലങ്കാര ബുട്ടിക്ക് തൃശ്ശൂർ നെല്ലിക്കുന്നു അതുപോലെ തന്നെ മാളയിലും ആട്ടമുള്ളത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള തെച്ചി കോട്ടയിൽ വരുന്ന കുറച്ച് സാരീസ് ആണ്. നമ്മൾ തെച്ചി കോട്ട സാരീസ് കുറച്ച് നാൾ മുമ്പ് കാണിച്ചിരുന്നു. അതൊരു ഓഫ് വൈറ്റ് പാറ്റേണിൽ വരുന്ന തെച്ചി കോട്ട സാരീസ് ആണ്. ഇത് നമ്മൾ കളേർഡ് പാറ്റേണിൽ വരുന്ന തെച്ചി കോട്ട സാരീസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം കോട്ട സാരീസ് ഭയങ്കര ഭംഗിയാണ്. കോട്ട സാരീസ് കൊടുത്താൽ തന്നെ നല്ല രസമായിരിക്കും. നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് നമ്മൾ ഇന്ന് തെച്ചിക്കോട്ട കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ സാരീസ് കാണാം. അതിനു മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. തെച്ചി കോട്ട സാരീസിലെ ഫസ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. കോട്ട സിൽക്ക് ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത്. ഓൾ ഓവർ പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ്. നല്ല സ്കൈ ബ്ലൂ കളറിലേക്ക് ആട്ടോ തോന്നിയത്. നല്ല വൈബ്രന്റ് ഷെയ്ഡ് ആണ്. ഇതിന്റെ അരികത്ത് ഇതുപോലത്തെ ചെറിയ ഒരു ലേസ് ഫിനിഷിംഗ് ആണ്, ലേസ് പാച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് രണ്ട് സൈഡിലും ലേസ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ബോർഡേഴ്സിൽ. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കട്ട് വർക്ക് പാറ്റേണിലാണ് ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആണ് ഇതിന് വരുന്നത്. ബ്ലൗസ് പീസും പല്ലുവിന്റെ സെയിം പാറ്റേണിൽ തന്നെയുള്ള ലേസ് ബോർഡേഴ്സ് ഉള്ള പല്ലു ആണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് കൊടുത്തു പോവാം. സ്ലൈറ്റ്ലി ട്രാൻസ്പെറന്റ് ആണ്, പക്ഷെ നല്ല രസമായിട്ടിരിക്കും. വിത്ത് ബ്ലൗസ് സെയിം കളറിലെ ബ്ലൗസ് തന്നെയാവുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അറിയത്തൊന്നുമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ടിട്ട് പോവാം. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1975. കോട്ട സാരീസില് കോട്ട സിൽക്ക് സാരീസില് നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണോ. പ്രിന്റുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ഒരു 6 ആർട്ട് പാറ്റേൺ ആണ്. ബോർഡേഴ്സ് വരുന്നത് ഇതുപോലത്തെ ചെറിയൊരു ലേസ് പാറ്റേണിലേക്കാണ് ഇതിന്റെ ബോർഡർ ഫിനിഷിംഗ് വരുന്നത്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തെച്ചി കോട്ടയുടെ ഫുൾ വർക്കുള്ള എന്താ പറയാ പല്ലുവാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പല്ലുവിന്റെ സെയിം ത്രെഡ് വർക്കും അതുപോലെ തന്നെ പ്രിന്റഡുമായിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത്. ഓഫ്കോഴ്സ് ഈ കോട്ട സിൽക്ക് ഫാബ്രിക് സ്ലൈറ്റ്ലി ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ വരുന്നത്. സെയിം കളറിൽ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുമ്പോൾ ഒന്നും അറിയത്തൊന്നുമില്ല. നല്ല റിസൈറ്റിരിക്കും. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രൈസിംഗ് വരുന്നത് 1975. തെച്ചി കോട്ട സാരീസിലെ നെക്സ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാട്ടോ. നല്ല അടിപൊളി ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക് ആട്ടോ അത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ കട്ട് വർക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചാൽ 1 ലെയർ ഇട്ടിട്ട് ഇതുപോലത്തെ കട്ട് വർക്ക് പാറ്റേൺ ആണ് ഓൾ ഓവർ ദ ബോഡി വന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡേഴ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ് വിത്ത് ലേസ് ഫിനിഷിംഗ് ആണ്. രണ്ട് സൈഡിലും ഒരേപോലത്തെ ബോർഡേഴ്സ് ആട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. പ്രിന്റഡ് ആയിട്ടുള്ള പല്ലുവാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. പല്ലുവിന്റെ സെയിം പ്രിന്റ് തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് പീസിലേക്കും വന്നേക്കുന്നത് കേട്ടോ. ലേസ് ഫിനിഷിംഗ് വരുന്നുണ്ട് ബ്ലൗസ് പീസിന്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാട്ടോ ഇത് വരുന്നത്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 2095. കോട്ടൺ സിൽക്ക് സാരീസില് നെക്സ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്. നല്ല ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഈ ഡിസൈൻ പാറ്റേൺ ആണ്. ലേസ് ഫിനിഷിംഗ് ആണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് തെച്ചിക്കോട്ട മോഡലിലാണ്. ഫുൾ ത്രെഡ് വർക്ക് ആയിട്ടാണ്. പ്രിന്റഡ് വിത്ത് ത്രെഡ് വർക്ക് ആയിട്ടാട്ടോ ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പല്ലുവിന്റെ സെയിം ഡിസൈൻ തന്നെയാണ് ബ്ലൗസ് പീസിലേക്ക് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരിയാണ്. നല്ല ക്ലാസി ആയിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരീസ് ആട്ടോ ഇത് വരുന്നത്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1975. തെച്ചിക്കോട്ട സാരീസിലെ നെക്സ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്. നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലേക്കാണ്. ഈ സാരി കുറച്ചും കൂടെ ഡിഫറെന്റ് ആട്ടോ നേരത്തെ കാണിച്ച സാരീസിന്. ഇതിൽ ഓൾ ഓവർ ദ ബോഡി ഇതുപോലെ തെച്ചി വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത്. ഇതിന്റെ രണ്ട് സൈഡിലേക്കും ഇതുപോലത്തെ പ്രിന്റ് ഫിനിഷിംഗും വന്നിട്ടുണ്ട്, ലേസ് ഫിനിഷിംഗും വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനത്തെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. മുകളിലേക്ക് ചെറിയ പ്രിന്റ് ബോർഡേഴ്സ് പോലെ വന്നിരിക്കുന്നത്. താഴേക്ക് കുറച്ചും കൂടെ ഒരു രണ്ട് പാനിങ് ഓഫ് ഫ്ലവേഴ്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും തെച്ചി വർക്കും കൂടെ വന്നിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ബോർഡേഴ്സിൽ വരുന്ന സെയിം പ്രിന്റ്സ് വിത്ത് എംബ്രോയിഡറി ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 2195. തെച്ചിക്കോട്ട സാരീസില് നെക്സ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്. ഓഫ് വൈറ്റ് ആണ്. ഓൾ ഓവർ ദ ബോഡി പോയിരിക്കുന്നത്. ഫുൾ തച്ചി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡേഴ്സിൽ ഇതുപോലത്തെ നേവി ബ്ലൂ കളറില്
ഒരു നെറ്റ് കോട്ടയുടെ ഇത് വെച്ചിട്ട് പാനലിംഗ് കൊടുത്തേക്കുവാണ്, ക്ലോത്ത് വെച്ച് പാനലിംഗ് കൊടുത്തേക്കാണ്. ലേസ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഈ നെറ്റ് കോട്ടയുടെ ഈ നേവി ബ്ലൂ കളറിലെ നെറ്റ് കോട്ടയുടെ ഈ ഒരു പാനലിംഗിന്റെ മേലെ വൈറ്റ് കളറിന്റെ എംബ്രോയിഡറിയും വരുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും അതുപോലത്തെ ബോർഡേഴ്സ് തന്നെയാണ്, സെയിം ടൈപ്പ് ഓഫ് ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെ സിമ്പിൾ പല്ലു തന്നെയാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു 4 ബോർഡേഴ്സിൽ ഇതുപോലത്തെ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓഫ് വൈറ്റ് ആണ് കളർ വന്നിരിക്കുന്നത്. ട്രാൻസ്പെറന്റ് ആണ് നെറ്റ് കോട്ട മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു ബോർഡേഴ്സിൽ കൊടുത്തിരിക്കുന്ന സെയിം ക്ലോത്ത് ആണ് ഇതിന്റെ ബ്ലൗസ് പീസിലേക്ക് വന്നിരിക്കുന്നത്. ഫുൾ എംബ്രോയിഡറി ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ആണിത്. വിത്ത് ലേസ് ഫിനിഷിംഗ് ആയിട്ടുള്ള ലേസ് ബോർഡേഴ്സ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോവാം. ഇപ്പൊ ഈവൻ നമുക്കറിയാം ഒരു ഏപ്രിൽ അവസാനം മെയ് ആവുമ്പോഴേക്കും നമുക്ക് ഹോളി കമ്മ്യൂണിയന്റെ ഒക്കെ സീസൺസ് ഒക്കെ വന്നിട്ട് അല്ലെ, ആ ഹോളി കമ്മ്യൂണിയനൊക്കെ നല്ല ഭംഗിയായിട്ട് അതുപോലെ ഹോളി വീക്കിലേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഇട്ട് പോകാൻ പറ്റിയ ടൈപ്പ് ഓഫ് സാരീസ് ആണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1975. പെപ്സി കോട്ടൺ സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഓഫ് വൈറ്റ് തന്നെയാണ് കേട്ടോ ബേസ് മെറ്റീരിയൽ ബേസ് വന്നിരിക്കുന്നത്. പെപ്സി കോട്ടയാണ്, ഓൾ ഓവർ ദ ബോഡി ഫുൾ എംബ്രോയിഡറി ആയിട്ടുള്ള സാരിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത് ബ്രൗൺ കളറിൽ ഫുൾ എംബ്രോയിഡറി ആയിട്ടുള്ള ബോർഡറും അതുപോലെ തന്നെ ലേസ് ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരേപോലത്തെ ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പല്ലും വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ഓഫ് വൈറ്റ് പല്ലു തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ബോർഡറിന്റെ സെയിം ഡിസൈനിലേക്കുള്ള ബ്ലൗസ് പീസ് ആണ്. ഫുൾ എംബ്രോയിഡറി ആയിട്ടുള്ള ലേസ് ഫിനിഷിംഗ് ഉള്ള ടൈപ്പ് ഓഫ് ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ട് പോവാം. പ്രൈസിംഗ് വരുന്നത് 1975. ഇന്നത്തെ നമ്മുടെ എല്ലാ സാരീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്.